അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, നമ്മുടെ പൂരി, ചപ്പാത്തി, പിന്നെ അപ്പം, പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ചിക്കൻ്റെ ഒരു പ്രത്യേക റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഇവിടെ കഴുകി എല്ലാം വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അധികം എല്ലുള്ള പീസ് എടുത്തിട്ടില്ല, ചില എല്ലൊക്കെ മാറ്റിയിട്ട് എൻ്റെ ദേശം മാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാവേ. നമ്മളിവിടെ ഒരു 10 കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണവും ഒരു 4-5 വെളുത്തുള്ളി, ഇവയെല്ലാം കൂടെ നല്ലതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാദ്യം ഒന്ന് ഇതിലോട്ട് പിടിപ്പിക്കണം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ചെറിയൊരു മഞ്ഞ കളർ അതുകൊണ്ടാണ്. ഇനി മുളക് പൊടി, അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ ഇട്ടിട്ട്, ഉപ്പുണ്ട്, ഉപ്പ് ചാടി വന്ന് ഉപ്പും കൂടെ നമുക്ക് ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇപ്പൊ ഒരുപാട് ഉപ്പ് നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല, കാര്യം നമുക്കിത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ അകത്തൊന്ന് പിടിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമി ഇതൊന്ന് അടച്ച് അവിടെ മാറ്റി വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. അതിൽ കൂടുതൽ വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണേ, അല്ലെങ്കിൽ ചിക്കൻ ആയതുകൊണ്ട് ചീത്തയായി സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ നമുക്കൊരു മാക്സിമം അരമണിക്കൂർ വെളി വെക്കാം. അപ്പൊ നമുക്ക് ഇതങ്ങോട്ടൊന്ന് അടച്ചെടുക്കാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറിന് മേളിൽ മാരിനേറ്റ് വെച്ച ചിക്കൻ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതാണ്ട് എണ്ണയൊക്കെ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓരോരോ പീസായിട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് നല്ല റെഡിയാക്കി എടുക്കണം. ചിക്കൻ വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇതിങ്ങനെ അതൊക്കെ ഇങ്ങനെ പൊട്ടി വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മൾ വെള്ളത്തിൻ്റെ അംശമുള്ളത് നല്ല തിളച്ച എണ്ണക്കകത്ത് ഇടുമ്പോഴേ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ പൊട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം നമ്മൾ ചിക്കൻ വറുത്തെടുക്കാനായിട്ട്. കൂടുതൽ എണ്ണയിൽ നമ്മൾ സാധാരണ മീനൊക്കെ വറക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം വരത്തില്ല. അപ്പം ഇതിൽ നിന്ന് വറുത്ത് കോരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ സെക്ഷൻ നമ്മുടെ ചിക്കൻ വറുത്ത് അതൊന്ന് കോരി മാറ്റാം. നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കിയായിരുന്നു. ഇത് മാക്സിമം ഉണ്ടല്ലോ എല്ലില്ലാത്ത പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ പീസാണെങ്കിലേ വേഗം വെന്തും കിട്ടും. കാര്യം വെച്ചാൽ നമ്മളിത് എന്താ പറയണ മറ്റേ കുറച്ച് സോസ് ഐറ്റംസ് ഒക്കെ ചേർത്ത് നമ്മൾ സംഭവം റെഡിയാക്കാൻ പോകുന്നത്. അപ്പം എല്ലില്ലാത്തതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് സംഭവം. അപ്പോൾ നമ്മളെല്ലാ പീസും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, നമ്മളെല്ലാം കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് നിർത്താം. നമ്മൾ വേറൊരു പാത്രത്തിലാണ് നമ്മുടെ ബാക്കി പരിപാടി നമ്മുടെ വലിയ പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റവ് കൊണ്ട് നമുക്ക് കത്തിക്കാം. നമ്മളപ്പോഴേ ഈ ചിക്കൻ വറുത്ത എണ്ണയില്ലേ, ആ എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യത്തിന് എണ്ണ അങ്ങോട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് കുറച്ച് സാധനമൊക്കെ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാപ്സിക്കം, അതായത് നമ്മുടെ ഇവിടുത്തെ ഷിംല മിർച്ചി, പിന്നെ ഇത് സവോള, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, ഒരു പച്ചമുളകും, ഇഞ്ചി. ഇത്ര സാധനമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ സവോള ഉണ്ടല്ലോ, നമ്മൾ സാധാരണ അരിയുന്ന പോലെ അല്ല, ഇത് നമ്മൾ മറ്റേ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അത് അധികം വേഗണ്ട സാധനം, അതാണ് അതിൻ്റെ ഒരു നമ്മുടെ ഒരു വളരെ നാടൻ രീതിയിലുള്ള ഒരു ചൈനീസ് വിഭവം. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് പേരൊന്നും ഇടാനില്ല. സംഭവം അടിപൊളിയാട്ടോ. ഇൻഡോ ചൈന ബോർഡറിലുള്ള ഒരു സാധനം, ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ അസാധ്യ ടേസ്റ്റുള്ള സാധനം കേട്ടോ. നമ്മളെ വീട്ടില് അടുക്കളയിലെ
അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമല്ലോ. ചിലപ്പം നമ്മളുണ്ടല്ലോ വലിയ സംഭവങ്ങൾ ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ കിട്ടുന്ന സാധനങ്ങൾ ചൈനീസ് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചൂട് എണ്ണയാണ്. അപ്പം പിന്നെ നമുക്ക് അധികം സമയമൊന്നും വേണ്ട, റെഡിയാക്കി എടുക്കാം. ഇത് നമുക്കുണ്ടല്ലോ നമ്മുടെ ചപ്പാത്തി, പൂരി, പൊറോട്ട അപ്പോഴേ ഈ എന്തായാലും നമ്മൾ ചിക്കൻ വറക്കുന്നുണ്ട്. പൂരി ഉണ്ടാക്കി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ചിക്കൻ വേണമെങ്കിൽ വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ അധികം നഷ്ടമാവൂല. അപ്പൊ അങ്ങനെ വേണേലും ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മള് ഓരോരോ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയാണല്ലോ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി പ്രശ്നകാരി, ഇവനാണ് ഇന്ന് പെട്ടെന്ന് ആയിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. സാധാരണ അവിടെ തീ കൂടുതലാണ്. ഇനി നമ്മുടെ വെളുത്തുള്ളി നമ്മൾ കുറച്ച് നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ അതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റൊക്കെ നമ്മൾ ചേർത്താണ് എടുത്തത്. എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്താലേ ഒരു സുഖം പറ്റില്ല. അത് തന്നെ. അപ്പം നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മൾ വലിയൊരു പച്ചമുളക് എടുത്തിരിക്കുന്നത്. കറിവേപ്പില നമുക്ക് അവസാനം ചേർത്താലും മതി. കാര്യം വെച്ചാൽ അതിന് കരിഞ്ഞു പോലെങ്കിൽ ഒന്ന് ഇളക്കിക്ക് നമ്മളുടെ ആ ഒരു പച്ച ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറണം. അപ്പം ഇനി നമുക്ക് നമ്മുടെ സവാള അത് നമ്മൾ ചതുരത്തിൽ അരിഞ്ഞെടുത്തത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ക്യൂബ് അല്ല, ക്യൂബ് എന്നല്ലേ പറയുന്നത്, ഞാൻ പറയുന്നത്. സാധാരണ ചൈനീസ് വിഭവങ്ങളിലൊന്നും നമ്മൾ കറിവേപ്പില ചേർക്കാറില്ല. പക്ഷെ നമ്മളിന്ന് കറിവേപ്പിലൊക്കെ ചേർത്തെടുക്കുന്നത്. കാര്യം നമുക്ക് ചൈനീസും വേണം, നമ്മൾ ഇന്ത്യക്കാരും വേണം. നമുക്ക് ആരെയും പിണക്കേണ്ട കാര്യമില്ല അല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ ഷിംല മിർച്ചി, അതായത് നമ്മുടെ ക്യാപ്സിക്കം അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വല്പം തീ കൂട്ടി വെക്കാം. അതായത് ഇങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തീ, ഭയങ്കര തീ അവര് ചെയ്യുന്നത്. പക്ഷെ നമ്മള് വലിയ തീയിൽ അങ്ങോട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ സാധാരണ വീടുകളിലൊന്നും കാണത്തില്ല അതിനുള്ള സാധനം. നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. അതന്നെ. എന്തായാലും നമ്മൾ ചിക്കനൊക്കെ ഇടുന്നത് മഞ്ഞപ്പൊടി ഇട്ട് ഇനി കൂട്ടത്തില് നമുക്കൊരു ഗരം മസാല കൂടെ ഇടാം. അപ്പൊ നല്ലൊരു ഇൻഡോ ചൈനീസ് അതിർത്തിയിലുള്ള ഇത് ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ അധികം നേരമൊന്നും വേണ്ട. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഉള്ളിക്കൊന്നുള്ള ഉപ്പൊന്നും ഇട്ടിട്ടില്ല. സോസ് എടുക്കണം. ഉള്ളിക്ക് ഒക്കെ ഉള്ള ഉപ്പ് സ്വല്പം ഇട്ട് കൊടുക്കാം. അധികം നമ്മളിപ്പോൾ ഇടുന്നില്ല, കാരണം നമ്മുടെ സോസിനൊക്കെ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇനി ആവശ്യത്തിന് സോസ് ഒഴിച്ചു കൊടുക്കാവേ. സോയാ സോസ് ഉണ്ടല്ലോ ശകലം ഉപ്പ് കൂടുതലാണ്. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇനി ഉപ്പ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ തക്കാളി സോസ്, ടൊമാറ്റോ ആ സോസും കൂടെ. ഈ പൗച്ചില് ഇത് മേടിക്കുവാണെങ്കിലേ കുപ്പിയാണെങ്കിലും ഒരു രക്ഷയില്ല. അതിനകത്ത് തിരിച്ചു കുത്തിയിട്ട് ചവിട്ട് കുത്തിയിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മള് മറ്റേ ചൈനീസ് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോ അവര് മറ്റേ നമ്മുടെ കോൺഫ്ലോർ നമുക്കിപ്പോ കോൺഫ്ലോർ ഒന്നും നമ്മൾ ഒഴിക്കുന്നില്ല. അപ്പൊ നമുക്കിനി ഇട്ട് കൊടുക്കാവേ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറുമുറായിട്ടുള്ള ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പരിപാടി കഴിഞ്ഞ് നമുക്ക് തീ നിർത്താം. ഇനി ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് മാത്രം ചേർത്താതെ. നമ്മളിപ്പോൾ ചില്ലി സോസ് ചേർത്തിട്ടില്ല. ചില്ലി സോസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ പച്ചമുളക് വേണ്ടാന്ന് വെക്കാവേ. അപ്പൊ നമുക്ക് തീ നിർത്താം. ഉള്ളിയൊക്കെ വഴന്നു ഉപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് നിന്നൊരു പീസ്
അങ്ങനെ എടുത്തിട്ട് ഉപ്പുണ്ടോ അത് ഇച്ചിരി ഇടണോ? വേണ്ട മതി. ഇപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ഉപ്പ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം. അപ്പം നമ്മുടെ ഇൻഡോ ചൈന അതിർത്തിയിലുള്ള നമ്മുടെ പുതിയ വിഭവം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ചില്ലി ചിക്കൻ എന്ന് പറയാം. പക്ഷെ നമ്മുടെ ഹോം മെയ്ഡ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അല്ല നമുക്ക് മറ്റേ ഹൈടെക് സാധനമൊക്കെ ചെയ്യണം നമ്മുടെ വീട്ടിലൊന്നും നടക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കടയിലൊക്കെ പോയി മേടിച്ച് അതെ അത് എന്താ പറയുന്നത് അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കെമിക്കലും മറ്റേ അജിനാമോട്ടോ അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നത്. ഇത് ഏകദേശം അല്ല അതിൻ്റെ അത്ര തന്നെ കിടപിടിക്കുന്ന രുചിയുണ്ട്. പക്ഷെ നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നം ഉണ്ടാകത്തുമില്ല. ഇത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനമല്ലേ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കിക്കോ. ഒരു പുതിയ പേര് കൂടി ഇട്ടോ, ഇന്ത്യ ചൈന വിഭവം. അപ്പം റെഡിയാക്കി ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടല്ലോ. ക്യാപ്സിക്കം പിന്നെന്താ നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ ഉള്ളിയുടെ സാധനം ഉണ്ടല്ലോ എന്താ പറയുക സ്പ്രിംഗ് ഒണിയൻ ഇംഗ്ലീഷിൽ ഉള്ളിപ്പൂവല്ല ഉള്ളിത്തണ്ട് അത് തന്നെ കാന്താബാജി അങ്ങനെ ഇവിടെ പറയാം. അതൊക്കെ നമ്മുടെ വെട്ടിക്കണ്ടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ സംഭവം നല്ല സൂപ്പർ സാധനം കേട്ടോ. അടിപൊളി സംഭവമാണ്. അപ്പം ഇത് നമ്മുടെ പൂരി അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഇത് തന്നെ വേണമെങ്കിലും കഴിക്കാം. അത് ഈ എരി ഇല്ലാത്തതുകൊണ്ടല്ലോ തന്നെ വേണമെങ്കിലും കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രസം ഇതൊക്കെ തിന്നോണ്ടിരിക്കാൻ മറ്റൊരു കട്ടക്കാപ്പി കുടിച്ചു. അപ്പം ഇതൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ എന്ന് പറയണം കേട്ടോ. ഇതേ രീതിയിൽ അതായത് നമ്മൾ ചൈനീസ് കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയല്ലേ. അപ്പം അതിൻ്റെ ഒരു അഭിമാനം നമുക്ക് ഉണ്ട്. അപ്പം അതൊക്കെ ക്യാമറമാൻ ചിരി വരുന്നു. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ആ ബെല്ല് അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് പിന്നെ ലൈക്ക് അതൊക്കെ ചെയ്ത് പിന്നെ അറിയാൻ മേലാത്തവർക്കൊക്കെ ഒന്ന് ഷെയറും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ല അടിപൊളി ഒരു വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.